കഞ്ചാവ് കേസിൽ നിന്ന് യു പ്രതിഭയുടെ മകനെ ഒഴിവാക്കി എക്സൈസ്. ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കുറ്റപത്രം ഉടൻ സമർപ്പിക്കും. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നു. ദേവൻ, ഏതായാലും യു പ്രതിഭയുടെ മകനെ ഈ കേസിൽ നിന്നും ഒഴിവാക്കി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിവരം എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ അല്ലെങ്കിൽ സംഭവ വികാസമായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു പരാമർശം വരുന്നു. MLAയുടെ ഭാഗത്തു നിന്നും കേസിന് ആസ്പദമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ ഈ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുന്നതിന് ശേഷം ഈ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നു MLA. ഇത്തരത്തിൽ നിരവധി സംഭവ വികാസങ്ങൾ നടന്ന ഒരു കേസ് തന്നെയായിരുന്നു യു പ്രതിഭ MLAയുടെ മകനെതിരായിട്ടുള്ള കഞ്ചാവ് കേസ്. ഈ കഞ്ചാവ് കേസിൽ ഇപ്പോൾ 3 മുതൽ 9 വരെയുള്ള പ്രതികളെ വിട്ടയക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പിടികൂടുന്ന സമയത്ത് ഈ 1 മുതൽ 3 വരെയുള്ള പ്രതികളുടെ കയ്യിൽ നിന്നുമാണ് ഈ കഞ്ചാവ് കണ്ടെത്തിയിരുന്നത്. മാത്രമല്ല ബാക്കിയുള്ള പ്രതികൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു എന്ന് തന്നെയായിരുന്നു അന്ന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു ഫസ്റ്റ് റിപ്പോർട്ടിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഒരുപക്ഷെ കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളൊരു സംഭവം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. എങ്കിൽ കൂടിയും ഈ MLAയുടെ മകൻ ഉൾപ്പെടെ അടക്കമുള്ള 9 പേർക്കെതിരെ അന്ന് ആദ്യഘട്ടത്തിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ മാറി വന്നു. വിവിധ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സംഭവം ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇടക്കാല റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ MLAയുടെ മകൻ അടക്കമുള്ള 3 മുതൽ 9 വരെയുള്ള പ്രതികളെ കുറ്റക്കാരല്ല എന്ന് എക്സൈസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള പ്രതികൾ മാത്രമാണ് ഈ സംഭവത്തിൽ കുറ്റക്കാരാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കുറ്റപത്രം, അതായത് കേസിന്റെ പൂർണ്ണ രൂപത്തിലുള്ള കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ലക്ഷ്മി, ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേവൻ, ഈ കേസിനാസ്പദമായ സംഭവത്തെക്കുറിച്ച് കൂടി അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദമാകുന്നത് നമ്മൾ കണ്ടതാണ്. ആ സംഭവത്തിലേക്ക് കൂടി അത് തന്നെയാണ് ലക്ഷ്മി. ഈ യു പ്രതിഭ MLAയുടെ മകനെതിരെയുള്ള കഞ്ചാവ് കേസ് ഒരു തരത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും എല്ലാം തന്നെ വഴിതെളിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഈ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക CPM നേതൃത്വത്തിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ എല്ലാം ഇടയിൽ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. മന്ത്രി സജി ചെറിയാൻ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല മുൻ മന്ത്രി G സുധാകരനും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഏറെ വിവാദങ്ങളായിട്ടുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് യു പ്രതിഭ ജില്ലാ കമ്മിറ്റിക്ക് മുൻപാകെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ മകൻ കുറ്റക്കാരനല്ല എന്നും ഇതൊരു കെട്ടിച്ചമച്ച കേസാണെന്നും അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള ആക്രമണം തന്റെ മകന് നേരെ മാറ്റിയിരിക്കുന്നതാണെന്നുള്ളൊരു കാര്യമെല്ലാം തന്നെ യു പ്രതിഭ MLA വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ രാഷ്ട്രീയമായ ഒരു മാനം കൂടി കൈവരിച്ച ഒരു കേസായിരുന്നു ആലപ്പുഴയിലെ യു പ്രതിഭ MLAയുടെ മകനെതിരെയുള്ള ഈ കഞ്ചാവ് കേസ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘം ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഈ മകൻ കനിവടക്കം 9 പേരായിരുന്നു ഈ കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു അന്വേഷണ സംഘത്തെ മാറ്റി അതിനുശേഷം സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് ഒരു പരാതി ഈ യു പ്രതിഭ MLA നൽകുന്നു. അത് സംബന്ധിച്ച് പിന്നീട് ഈ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഈ കേസ് നേരിട്ട് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി അടക്കുന്നതടക്കമുള്ള കാര്യത്തിലേക്ക് എല്ലാം കാര്യങ്ങൾ പോയിട്ടുണ്ട്. കാരണം ഈ കേസിന്റെ ആദ്യഘട്ടത്തിൽ ഈ ഒരു റിമാൻഡ് റിപ്പോർട്ട് ഈ ഘട്ടത്തിന്റെ ആദ്യഘട്ടത്തിൽ ഒരു FIR റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റ് 2 പേരുടെ സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു FIR എടുത്തിരുന്നത്. അതിൽ പോലും ഈ മകൻ ഈ ഒരു സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു ഒരു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അല്ലാതെ ഈ ആളിൽ നിന്നും നേരിട്ട് കഞ്ചാവ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കുകയോ ചെയ്തതായിട്ട് ഈ അന്വേഷണ സംഘത്തിന് അന്ന് ആദ്യം സമർപ്പിച്ച റിപ്പോർട്ടിലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കേസിൽ പ്രതിയായിട്ട് തന്നെ ഈ കാലം അത്രയും ഏകദേശം മാസങ്ങൾ പിന്നിടുന്നു ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. ഈ കാലം അത്രയും തന്നെ പ്രതിയായിട്ട് മകനും അല്ലെങ്കിൽ MLAയുടെ മകനും ഈ കേസിൽ പ്രതിയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അന്വേഷണ സംഘത്തെ മാറ്റുന്നതും നേരിട്ട് സംസ്ഥാന എക്സൈസ് കമ്മീഷണർ മേധാവി തന്നെ നേരിട്ട് ഈ ഒരു കേസിലേക്ക് ഇടപെടുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട്, ഈ ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ ഈ അന്വേഷണ സംഘം സമർപ്പിച്ചിരിക്കുന്നത്. ദേവൻ MP ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.